ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ യൂട്യൂബ് കാണുന്ന ആളുകളാണ് അല്ലേ. സാധാരണ തന്നെ നമ്മൾ അധിക സമയത്ത് യൂട്യൂബ് നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ യൂട്യൂബ് കാണുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കേണ്ടതും ഓൺ ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓൺ ചെയ്ത് വെക്കേണ്ട ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞത് നമ്മൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്ത് വെക്കേണ്ട 4 സെറ്റിംഗ്സുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. അതിന്റെ കാരണം എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തു. ഇവിടെ യൂട്യൂബിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ട 4 സെറ്റിംഗ്സുകളാണ് പറയുന്നത്. 4 നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ നിങ്ങൾ സെറ്റിംഗ്സ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ എൻ്റെ തന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ് യൂട്യൂബിലുള്ള. ആ യൂട്യൂബിന്റെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ മൊത്തം ഓരോരോ ഐക്കൺസ് ആണ്. ഫോർവേഡ് ചെയ്യുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന, അങ്ങനത്തെ കുറേ ഐക്കൺസ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഡിസ്റ്റർബൻസ് ആണ്. ഇത്രയും ഐക്കൺസ് കണ്ടില്ലേ, എത്രയോ ഐക്കൺസ്, സ്റ്റോപ്പ്, ഫോർവേഡ്, സെറ്റിംഗ്സ്, അങ്ങനെ കുറേ ഐക്കൺസ് കാണുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് നമ്മളൊന്ന് ഓഫ് ചെയ്യാം. അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വീഡിയോ ആസ്വദിക്കാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടുന്നതാണ് നല്ലത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ പ്രൊഫൈലിൽ ഫോട്ടോ കാണുന്നില്ല, അതിന്റെ മുകളിലായിട്ട് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഏറ്റവും ടോപ്പിൽ സെറ്റിംഗ്സ്, ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കായിട്ട് നമുക്ക് കാണാം ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇവിടെ ഈ ആക്സസിബിലിറ്റി പ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആയി എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതേപോലുള്ള എല്ലാവിധ ലോഗോസും നമുക്ക് ആ ഒരു വീഡിയോന്റെ മുകളിൽ വന്ന് നിൽക്കില്ല. അത് നമുക്ക് വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓഫ് ചെയ്തിടുക. ചില സമയത്ത് അത് യൂസ്ഫുൾ ആണ്, കാരണം നമുക്ക് പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ആ കുറേ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ആകെ ജസ്റ്റ് ഒരു പ്ലേയും ഫോർവേഡ് കണ്ട കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ ആക്സസിബിലിറ്റി ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഫിലിം ആസ്വദിക്കാൻ പറ്റും. ഇനി അടുത്ത സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെക്കേണ്ടത്, നമ്മുടെ സെറ്റിംഗ്സ് തന്നെ അഗൈൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സിൽ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, ആ ജനറലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന മോഡ് കാണാം. ഇതിവിടെ ഓൺ ആയിട്ടാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ ഓൺ ആണെങ്കിൽ നിങ്ങളതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് വീഡിയോന് കമന്റ് ഇടാൻ പറ്റുന്നില്ല, കമന്റ് ഇടാൻ പറ്റും. കാരണം ഈ റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ചെയ്ത് വെച്ചാൽ ഒരിക്കലും നമ്മൾ കാണുന്ന വീഡിയോസിനൊന്നും നമുക്ക് കമന്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള വീഡിയോസൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് യൂട്യൂബ് അയക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത്, ഇതേപോലെ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറലിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വൈഫൈ ഓൺലി, ഓൾവേസ് ഓൺ, ഓഫ്, ഇങ്ങനെ 3 ഓപ്ഷനാണ് കാണുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബ് ഹോം പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണും, കുറേ എണ്ണം നമുക്കിങ്ങനെ കാണാം അല്ലേ. പക്ഷേ അത് ഓട്ടോ ആയിട്ട് പ്ലേ ചെയ്ത് വെക്കുക. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ഓൺ ആയി നിൽക്കും. അപ്പോൾ നമുക്കിവിടെ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എന്താവില്ല, ഇതേപോലെ ഓൺ ആവില്ല. ഇവിടെ നമുക്ക് എപ്പോഴും ആ യൂട്യൂബ് ഓണായി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, യൂട്യൂബിലുള്ള വീഡിയോസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് തംബ്നെയിലിന് മേലെ ക്ലിക്ക് ചെയ്തതിന് മുന്നേ ഓൺ ആവുന്നത് ഇവിടെ ഓൾവേസ് ഓൺ കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, പ്ലേ ബാക്ക് ആൻഡ് ഫീഡ്സിൽ പോയിട്ട് ഓഫ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നെറ്റും അതുപോലെ തന്നെ ബാറ്ററിയൊക്കെ ലാഭിക്കാൻ പറ്റും. അടുത്ത ഓപ്ഷൻ, നമ്മൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ സേവിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, ഡാറ്റ സേവിംഗ്. ഈ ഡാറ്റ സേവിംഗ് മോഡൊക്കെ എന്തിനാണ് ഓൺ ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡാറ്റ സേവിംഗ് മോഡ് നമ്മളിവിടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും എനേബിൾ ആവും. കണ്ടില്ലേ, ഇവിടെ ഓഫ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഓഫ് ആവുന്നുണ്ട്. ഡാറ്റ സേവിംഗ് മോഡ് എനേബിൾ ചെയ്യുമ്പം എല്ലാം നമുക്കിവിടെ താഴെ ഓഫ് ആവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതാണ്. പക്ഷേ നമുക്ക് ചില സമയത്ത് നമ്മുടെ വീഡിയോ ഒക്കെ ക്വാളിറ്റി കൂടിയിട്ട് കാണണമെന്ന് വിചാരിക്കും. ഇപ്പോൾ റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി, അല്ലെങ്കിൽ ഇവിടെ കണ്ടില്ലേ റെഡ്യൂസ് ഡൗൺലോഡ് ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ക്വാളിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ മേലെ മാത്രം പോയിട്ട് അതൊന്ന് ഓഫ് ചെയ്തിടുക, റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി. ഇപ്പോൾ നല്ല ക്വാളിറ്റിയിലൊക്കെ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി. അതേപോലെ തന്നെ നല്ല ഡൗൺലോഡ് ക്വാളിറ്റിയൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മാത്രം ഓഫ് ചെയ്തിടണം. അതായത് മുകളിലുള്ള ഡാറ്റ സേവിംഗ് മോഡ് എനേബിൾ ചെയ്ത് വെച്ചാൽ പോലും താഴെ ഉണ്ടാവുന്ന സബ് ഓപ്ഷൻസ് ആയ ഈ റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി, അതേപോലെ ഡൗൺലോഡ് ക്വാളിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിടുക. ഇത് നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് യൂട്യൂബ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന 4 സെറ്റിംഗ്സ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിൽ യൂട്യൂബ് കാണുന്ന സമയത്തൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് അത്രയും താല്പര്യം ഓൺ ചെയ്ത് വെക്കാം, കുഴപ്പമില്ല.
പക്ഷേ ഈ കാര്യങ്ങൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ ലാഭിക്കുന്നതിനും അതുപോലെ തന്നെ ബാറ്ററി ലാഭിക്കുന്നതിനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വെരി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.